അറിഞ്ഞുകൊണ്ട് തന്നെ തല്ലാണ്. നീ നിൽക്കണ്ട ഇട, നിന്നക്ക് വേണ്ട, നീ പോയിക്കോ, നിന്നക്ക് വേണ്ട, നീ പോയിക്കോ, നീ ഞാൻ വരുമ്പോഴേക്കും മരിക്കണം, ഒന്നുകിൽ നീ തൂങ്ങിയിട്ട് മരിക്കണം, അല്ലെങ്കിൽ നീ വിഷം കുടിച്ച് മരിക്കണം. എൻ്റെ ചെറിയ കുഞ്ഞുണ്ട്, ആ കുഞ്ഞും ഞാൻ ചായ കുടിക്കുമ്പോൾ ഭർത്താവ് പ്രൈഫാണ് എടുത്തിട്ട് പിന്നെ ഇതെന്താ സംഭവിച്ച്, പ്രൈഫാണ് എന്തിങ്ങനെ കോടിയത് പറയുമ്പോൾ ഞാനൊന്നും മുണ്ടിയില്ല. അപ്പോൾ പിന്നെ അതിനുകൊണ്ട് അടിച്ച് തലക്കടിക്കുമ്പോൾ ഞാൻ കൈ കൊണ്ട് തടുത്ത്. ഭർത്താവ് ഒരു മനുഷ്യത്വവുമില്ലാതെ വളരെ മൃഗീയമായിട്ട് ഈ പാവത്തിനെ തല്ലിച്ചതച്ചിരിക്കുകയാണ്. അതന്നെ സ്ത്രീധനായിട്ട് തന്നത് കുറഞ്ഞുപോയി, നിൻ്റെ ഉമ്മാനോട് പൈസ വാങ്ങിയിട്ട് വാ, നിൻ്റെ ആങ്ങളോട് പൈസ വാങ്ങിയിട്ട് വാ, അങ്ങനെ പറയും ഇടയ്ക്കിടയ്ക്കെല്ലാം. നിനക്കാരുമില്ല, നിന്നെ ആരും നോക്കിയില്ല, നിൻ്റെ ആങ്ങളാരൊന്നും നിന്നെ നോക്കിയില്ല, അങ്ങനെയെല്ലാം പറഞ്ഞാൽ എന്നെ വർദ്ധിക്കൽ. ഇതല്ലാതെ നിങ്ങളുടെ ശരീരത്തിന്റെ കാണിക്കാൻ പറ്റാത്ത പല ഭാഗത്തും ഉണ്ട്. അതെന്തുകൊണ്ടാണ് മർദ്ദിച്ചത്? അവിടെ കീറിയിട്ടുണ്ടല്ലോ. വിറക് കൊണ്ട് തന്നെ അവിടെ അടിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവുകയാണ്. ആ രീതിയിലുള്ള ക്രൂരമർദ്ദനമാണ് ഈ സഹോദരി ഏറ്റുവാങ്ങിയത്. ക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ്. ഭർത്താവ് ഒരു മനുഷ്യത്വവുമില്ലാതെ വളരെ മൃഗീയമായിട്ട് ഈ പാവത്തിനെ തല്ലിച്ചതച്ചിരിക്കുകയാണ്. ഇത് നിങ്ങളിവിടെ പുറത്ത് കാണുന്ന പരിക്കുകൾ മാത്രമാണ്. ഇതല്ലാത്ത നമുക്കൊരു പക്ഷെ പരസ്യമായി കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരിക്കുകൾ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമായി പോകും. ഇങ്ങനെ കീറി വലിച്ചിരിക്കുകയാണ് പല ഭാഗങ്ങളും. എന്തൊരു മൃഗീയമായ ആക്രമണമാണിത്. ഒരു മനുഷ്യനെ കൊണ്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിങ്ങളൊന്നും ഒരു ഭർത്താവൊന്നുമല്ല. ആ പേരിനോട് ഒരിത്തിരി പോലും കൂറുപുലർത്താത്ത, മനുഷ്യത്വം തീരെ ഇല്ലാത്ത, മനുഷ്യ മൃഗം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാളാണ് നിങ്ങൾ. ആ രീതിയിലാണ് ഈ സഹോദരിയെ മർദ്ദിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പോലീസ് കേസാകും, തുടർന്നുള്ള നിയമ നടപടികളൊക്കെ മുന്നോട്ട് പോകും. പക്ഷേ ഈ സംഭവങ്ങൾ പൊതുജനങ്ങൾ തിരിച്ചറിയണം. കാസർഗോഡ് കുനിയയിൽ താമസിക്കുന്ന മൈമൂനയെ ഭർത്താവായിട്ടുള്ള ബഷീർ അതിക്രൂരമായിട്ട് മർദ്ദിച്ചതിൻ്റെ നടുക്കുന്ന വിവരങ്ങൾ ഈ സഹോദരി തന്നെ നിങ്ങളോട് തുറന്നു പറയട്ടെ. എന്താണ് സംഭവിച്ചത്? എത്ര വർഷമായി നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്? 16 വർഷമായി. 16 വർഷമായി. ഈ 16 വർഷത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? മുമ്പ് ചെറിയ തോതിലാണ് ഭർത്താവിന് വീട്ടിൽ നിന്നുണ്ടാകുമ്പോൾ ഉണ്ടായത്. ഇപ്പോൾ കൂടുതലായി. ഞാൻ വേറെ വീട് വന്നപ്പോൾ കൂടുതലായി എന്നെ വർദ്ധിക്കാൻ കഴിഞ്ഞു. നിനക്ക് ആരുമില്ല, നിന്നെ ആരും നോക്കിയില്ല, നിൻ്റെ ആങ്ങളാരൊന്നും നിന്നെ നോക്കിയില്ല, അങ്ങനെയെല്ലാം പറഞ്ഞാൽ എന്നെ വർദ്ധിക്കൽ. ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മർദ്ദനം ഉണ്ടായത്. എന്താണ് സംഭവിച്ചത്? സംഭവങ്ങളൊന്ന് പറയാമോ? രാവിലെ ഞാൻ എൻ്റെ 2 മക്കൾ പിന്നെ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ചായ വെച്ച് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാനും അവർ ഒന്നിച്ചിട്ട്, എൻ്റെ ചെറിയ കുഞ്ഞുണ്ട്, ആ കുഞ്ഞും ഞാൻ ചായ കുടിക്കുമ്പോൾ ഭർത്താവ് പ്രൈഫാണ് എടുത്തിട്ട് പിന്നെ ഇതെന്താ സംഭവിച്ച്, പ്രൈഫാണ് എന്തിങ്ങനെ കോടിയത് പറയുമ്പോൾ ഞാനൊന്നും മുണ്ടിയില്ല. അപ്പോൾ പിന്നെ അതിനുകൊണ്ട് അടിച്ച് തലക്കടിക്കുമ്പോൾ ഞാൻ കൈ കൊണ്ട് തടുത്ത്. എന്നിട്ട് ഞാൻ എന്തും ഉണ്ടാതെ പുറത്ത് പോയി സീറ്റ് വീട്ടിൽ പോയിട്ടാകുമ്പോൾ അടുപ്പിൻ്റെ അടിയിൽ നിന്ന് വേറെ എടുത്തിട്ട് നല്ല പോലെ കൈക്ക് തച്ചു. അതായത് വിറക് കഷ്ണം കൊണ്ട് കൈക്കടിച്ചു. ഈ വിറക് കഷ്ണം കൊണ്ട് കൈക്കടിച്ചു എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നിലവിലിങ്ങനെ കവർ ചെയ്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ അതിൻ്റെ ഒരു ചെറിയ ചിത്രം ഞാനിവിടെ കാണിച്ചു തരാം. നിങ്ങൾ ആ ചിത്രം ഒന്ന് കാണണം. കൈയുടെ ചിത്രമാണ്. അതിക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന വളരെ വ്യക്തമായൊരു തെളിവാണ് ഈ ചിത്രം. നിങ്ങൾ ഈ ചിത്രം ഒന്ന് കാണുക. ഈ വിറക് കഷ്ണം കൊണ്ടാണ് ഇങ്ങനെ നിങ്ങളെ മർദ്ദിച്ചത്. അപ്പൊ നിങ്ങൾ നിലവിളിച്ചില്ലേ? അപ്പൊ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ? ഇല്ല, 2 മക്കളുണ്ടായിരുന്നു. മക്കള് പേടിച്ചിട്ടും ഉണ്ടാതെ നിന്നു. ഞാനെന്തും മുണ്ടിയില്ല. ഇതല്ലാതെ നിങ്ങളെ ശരീരത്തിന്റെ കാണിക്കാൻ പറ്റാത്ത പല ഭാഗത്തും ഉണ്ട്. അതെന്തുകൊണ്ടാണ് മർദ്ദിച്ചത്? അവിടെ കീറിയിട്ടുണ്ടല്ലോ. വിറക് കൊണ്ട് തന്നെ അവിടെ അടിച്ചത്. വിറക് കൊണ്ട് എങ്ങനെ അടിച്ചതാ? ഒന്ന് വ്യക്തമാക്കി പറയാമോ? കൈ കൊണ്ട് ഇങ്ങനെ ആഞ്ഞടിച്ചത്. ഈ മർദ്ദനം തുടങ്ങിയിട്ട് എത്ര കാലങ്ങളായി? ഇപ്പം ഞാൻ വേറെ വന്ന പിന്നെയാണ് ഇങ്ങനെ മർദ്ദിക്കാൻ തുടങ്ങിയത്. മുമ്പ് അങ്ങനെ അത്ര ഇതായിട്ട് ചെയ്തില്ല. ഇപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ മർദ്ദിക്കുന്നത്. എന്ത് പറഞ്ഞുകൊണ്ടാണ്? എന്തിനാണ് ഈ മർദ്ദിക്കുന്നത്? എന്താണ് അയാൾ പറയുന്ന കാര്യങ്ങൾ?
എന്ത് കാരണമൊന്നും വേണ്ട, വെറുതെ ഒരാവശ്യമില്ലാതെ വെറുതെ വർദ്ധിക്കൽ. കള്ളു കുടിച്ച് വന്ന് എന്തെങ്കിലും പറഞ്ഞ് പറഞ്ഞ് രണ്ടാമത്തേൽ വാക്കായി മൂന്നാമത്തേൽ അടി. നല്ലോണം കള്ളു കുടിക്കുമോ? നല്ല പാല കള്ളു കുടിക്കും. കള്ളു കുടിക്കും ചെയ്യും, വീട്ടിലേക്ക് കൊണ്ടുവരും ചെയ്യും. മക്കളുടെ മുന്നിൽ നിന്നൊക്കെ കുടിക്കും? മക്കളെ മുമ്പിൽ നിന്ന് അങ്ങനെ ചെയ്യില്ല, പക്ഷെ മക്കൾക്ക് അറിയാം ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിരുന്ന്. മക്കൾ അതിനോട് പറയും അവർ ഉപ്പ കള്ളു കൊടുന്നിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മക്കൾ പേടിച്ചിട്ടും ഉണ്ടാകാതെ എൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് നിൽക്കും. ഇവരൊക്കെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളല്ലേ? അതുകൊണ്ട് അവർക്ക് എന്തോ ഒരു പേടിയാണ്, ഉപ്പാനെ ഭയങ്കര പേടി. അതുകൊണ്ട് അവരെന്തും മുണ്ടിയില്ല. നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരോട് ഈ വിഷയം ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? അവര് വളരെ പ്രയാസത്തിലാണ്. അവരെ കുടുംബം കുറേ കാര്യമായി. അവരെല്ലാവരും ഞങ്ങളെല്ലാം ഗൾഫിൽ പോയി. അവർ പിന്നെ ഭയങ്കര പ്രയാസത്തിലാണ്. ഒരാങ്ങളുടെ മകൾക്ക് സുഖമില്ലാതെ കുറേ കാലമായി. അവർ വല്ലാത്ത പ്രയാസത്തിൽ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെയും കൂടി പറയണ്ടേന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ നീട്ടിയത്. പിന്നെ എനിക്ക് ഉപ്പയില്ല, പിന്നെ ഉമ്മാണെങ്കിൽ പ്രായം കൂടി 85 വയസ്സെല്ലായി. പിന്നെ എന്താണ് ഞാൻ പറയേണ്ടത്, എന്ത് പറയാത്തത്? ഈ ഉറങ്ങുമ്പോഴൊക്കെ നിങ്ങൾ മർദ്ദിക്കും എന്ന് പറഞ്ഞല്ലോ, അതെന്താ സംഭവം? അത് ചെറിയ കാരണം മതി, വെറുതെ പറയും ഫോൺ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട്. മിഞ്ഞാന്ന് രാത്രി അങ്ങനെ ഈ തല്ലിൽ നിന്ന് രാത്രി എന്നോട് എൻ്റെ ഫോൺ കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ റൂമിലുണ്ടെന്ന്. അപ്പം എന്നെ 2-3 തല്ല് തന്ന് പോയി. പിന്നെ എന്ത് ഞാൻ മുണ്ടിയിട്ട. ഈ വിറക് കൊണ്ടും ഫ്രൈ ഫാൻ കൊണ്ടൊക്കെ അടിക്കും എന്ന് പറയുന്നില്ലേ? അപ്പോൾ ഇവിടെയൊക്കെ പരിക്കേൽക്കണം, ശരീരത്തിൻ്റെ മറ്റുള്ള കാണിക്കാൻ പറ്റാത്ത ഭാഗങ്ങളിലേക്ക് പരിക്കേൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് അങ്ങോട്ടൊക്കെ തന്നെ അടിക്കുകയാണ്, അറിഞ്ഞുകൊണ്ട് തന്നെ തല്ലാണല്ലേ? അറിഞ്ഞുകൊണ്ട് തന്നെ തല്ലാണ്. നീ നിൽക്കണ്ട ഇവിടെ, നിന്നെ അക്ക് വേണ്ട, നീ പോയിക്കോ, നീ ഞാൻ വരുമ്പോഴേക്കും മരിക്കണം. ഒന്നുകിൽ നീ തൂങ്ങിയിട്ട് മരിക്കണം, അല്ലെങ്കിൽ നീ വിഷം കുടിച്ച് മരിക്കണം. ഇന്നലെ രാവിലെ പറഞ്ഞിട്ട് പോയി. രാവിലെ അങ്ങനെ പറഞ്ഞിട്ട് എന്നെ പിന്നെ ഡോറടിച്ചിട്ട് പുറത്താക്കി. വീടിൻ്റെ ഡോർ അടിച്ച് 2 ഡോറും അടിച്ചിട്ട് എന്നെ പുറത്തിട്ട്. അങ്ങനെ പറഞ്ഞിട്ട് നീ ഉള്ളിൽ കയറണ്ട, പിന്നെ ഞാൻ വരുമ്പോഴേക്കും നീ മരിക്കണം, അല്ലെങ്കിൽ തൂങ്ങിയിട്ട് മരിക്കണം. അപ്പം ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ എന്നെ കൊല്ലറുമെന്ന്. അപ്പോൾ പറഞ്ഞു ഞാൻ കൊന്നാ കേസാവുന്നു. അതായത് ഈ സഹോദരിയുടെ ഭർത്താവ് പറഞ്ഞു പോലും, ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം പറഞ്ഞു പോലും, നിങ്ങൾ അല്ലെങ്കിൽ നീ എത്രയും പെട്ടെന്ന് തൂങ്ങി മരിക്കുക, ഏതെങ്കിലും രീതിയിൽ മരിക്കുക, കാരണം എനിക്ക് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് പറ്റില്ല, അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ എനിക്കെതിരെ കേസ് വരും എന്നാണ് ഈ ബഷീർ പറഞ്ഞതായിട്ട് സഹോദരി പറയുന്നുള്ളത്. അല്ലെങ്കിൽ വിഷം കുടിച്ച് മരിക്കണം. നീ ഇവിടെ നിൽക്കണ്ട, എൻ്റെ മുമ്പിൽ നീ നിൽക്കണ്ട. ഞാൻ എന്ത് ചെയ്യാതെയാണ് ഇത്രയെല്ലാം പ്രശ്നം ഉണ്ടാക്കിയത്. സത്യമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ട, വെറുതെ ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കി ഇതാക്കലാണ്. വളരെയധികം വിഷമം തോന്നിയ കാര്യങ്ങൾ തന്നെയാണ്. കാരണം അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഈ സഹോദരി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയപ്പെടുന്ന വ്യക്തി, ബഷീർ എന്ന് പറയപ്പെടുന്ന വ്യക്തി, ഈ സഹോദരിയെ മർദ്ദിച്ചതിന് ശേഷം ആവർത്തിച്ച് പറയാണ്, നീ മരിക്കുക, എനിക്ക് നിന്നെ കൊല്ലാൻ പറ്റില്ല, പക്ഷെ നീ തന്നെ മരിച്ചോളണം എന്നാണ് പറയുന്നത്. എത്രത്തോളം ക്രൂരനാണ് ഈ വ്യക്തി എന്നുള്ളത് ഇയാളുടെ ചെയ്തിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇവിടെ വളരെ കർക്കശമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടത് പോലീസുകാരാണ്. വളരെ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ, കൃത്യമായ വകുപ്പുകൾ ചേർത്തിട്ട് മദ്രസയിലും സ്കൂളൊന്നും പിള്ളേർ അയക്കണ്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ ഉപദ്രവം തുടങ്ങുന്നത് തന്നെ. മദ്രസകളിലും സ്കൂളിലൊന്നും ഞാൻ കുട്ടികളെ ചായ കൊടുത്തിട്ട് മദ്രസയിൽ വിടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായതാണ്. അപ്പോൾ പറയുന്നത് മദ്രസയിൽ സ്കൂളൊന്നും വിടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ കാണാതെ കുട്ടികളെ മദ്രസയിലേക്ക് ഒളിപ്പിച്ചിട്ട് അയച്ച്. മദ്രസയിലേക്ക്, സ്കൂളില്ല എന്നല്ല, മദ്രസയിലേക്ക് അങ്ങനെ അയച്ചത്. എവിടത്തേക്കും അയക്കണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് ഉപദ്രവിക്കുന്നതല്ലോ. പൈസ ആവശ്യപ്പെടാറുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താ സംഭവം? അതന്നെ, സ്ത്രീധനമായിട്ട് തന്നത് കുറഞ്ഞുപോയി, നിൻ്റെ ഉമ്മാനോട് പൈസ വാങ്ങിയിട്ട് വാ, നിൻ്റെ ആങ്ങളോട് പൈസ വാങ്ങിയിട്ട് വാ, അങ്ങനെ പറയും ഇടയ്ക്കിടയ്ക്കല്ലോ. അപ്പം ഞാനൊന്നും ഉണ്ടേയില്ല. പൈസ കള്ളുപിടിക്കാനുള്ളതാണ്. അതായിരിക്കും പിന്നെന്തിന്. അപ്പം നിങ്ങളെ ഇതിനു മുമ്പും ഇതേ സമാനമായ രീതിയിൽ മർദ്ദിച്ചിരുന്നുവല്ലോ. അപ്പം അന്നൊന്നും നിങ്ങളുടെ പരിക്കൊക്കെ പുറത്ത് കാണുമല്ലോ. സ്വാഭാവികമായിട്ട് ഇവിടെ കയ്യിലൊക്കെ തല്ലിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വീട്ടിലൊക്കെ നടക്കുമ്പോൾ കാണുമല്ലോ. അപ്പോൾ ആരും ഒന്നും ചോദിക്കാറുണ്ടായിരുന്നില്ല നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലാരും? ഇല്ല, അവർക്കോടൊന്നും ഞാൻ എന്തും പറയലില്ല. ക്ഷമിച്ചിട്ട് തന്നെ ഞാൻ നിൽക്കും, ആരോടൊന്നും ഞാൻ പറയില്ല.
ഉണ്ടാതെ നിൽക്കും. അവരെടുത്തൊന്നും ഞാൻ അങ്ങനെ കൂടുതലായും പരിക്കുണ്ടെങ്കിൽ കൂടുതലായി ഞാൻ അങ്ങോട്ട് പോകാറില്ല. ആരും അറിയണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കല്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. നമ്മുടെ കേരളത്തിലെ പലയിടങ്ങളിലും സമാനമായിട്ടുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട്. ആരും അറിയാതെ പോകുന്നു. ചിലപ്പോൾ അറിയാറുള്ളത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഹോദരിയോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോഴാണ്, നമ്മുടെ മകളോ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. ഈ രീതിയിൽ വർദ്ധിച്ചിരുന്നു, ഇങ്ങനെ തല്ലിയിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് അറിയുന്നത് ഒരു മുഴം കയറിൽ ജീവൻ അവസാനിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ അത്തരം സംഭവങ്ങൾ വരുമ്പോൾ പിന്നീട് ഭയങ്കര ഇടപെടലായിരിക്കും. എങ്ങനെയെങ്കിലും ഈ പറയുന്ന ആളെ പിടിക്കണം, ജയിലിലാക്കണം എന്ന് പറയുന്ന ഇടപെടലുകളൊക്കെ നടത്തും. അങ്ങനെ നടത്തണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ അതിനേക്കാൾ മുൻപ് ഇടപെടണം. കാരണം നമ്മൾ രക്ഷിക്കേണ്ടത് ജീവനാണ്. ആ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം അയാളെ ശിക്ഷിക്കുന്നതിനേക്കാൾ വലുതാണ് ഒരു ജീവൻ രക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഇടപെടേണ്ടത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാട് സ്ത്രീകൾക്കുണ്ടാകാം. അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരുപാട് സഹോദരിമാരുണ്ടാകാം. ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഈ പറയുന്ന വിവാഹ ജീവിതത്തിന് ശേഷമൊക്കെ ഉണ്ടാവാറുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ അതല്ല, ഇതുപോലെയുള്ള ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ നിങ്ങൾ നേരിടുകയാണ് എങ്കിൽ അത് അപകടമാണ്. അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോടെങ്കിലും, അതല്ല എങ്കിൽ പോലീസുകാരോടെങ്കിലും പറയാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ അതിനൊരിക്കലും ഒരു അറുതി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ടുള്ള ഇടപെടൽ പോലീസ് നടത്തണം. ഈ സഹോദരി ഏറ്റുവാങ്ങിയ മർദ്ദനത്തിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരമാണ് ആദ്യ നടപടി. ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടൊക്കെ ആ രീതിയിൽ തന്നെ പോലീസ് കൊടുത്തിട്ട് കൃത്യമായ നിയമ നടപടി കൈക്കൊള്ളാൻ അധികൃതർ തയ്യാറാവണമെന്ന് തന്നെയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ആ രീതിയിലുള്ള മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ്, കാണിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഈ സഹോദരിക്ക് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നീതി ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.